രൂക്ഷമായ കുടിവെള്ളക്ഷാമം മൂലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂട്ടിയിടേണ്ട സാഹചര്യമുള്ളപ്പോഴാണ് കുഴൽക്കിണറുകളിലെ വെള്ളമൂറ്റി കെട്ടിട നിർമ്മാണം നടത്തുന്നത്. കളക്ട്രേറ്റിന് സമീപം പ്രവർത്തിക്കുന്ന കേന്ദ്രീയ വിദ്യാലയത്തിലെ 2 കുഴൽക്കിണറുകളിൽ നിന്നും വെള്ളമൂറ്റിയാണ് സമീപത്ത് കെട്ടിട നിർമ്മാണം നടക്കുന്നത്. കേന്ദ്രീയ വിദ്യാലയത്തിന്റെ മതിൽക്കെട്ടിനോട് ചേർന്ന് പട്ടികവർഗ കുട്ടികൾ താമസിച്ചു പഠിക്കുന്ന ഏകലവ്യ സ്കൂളിൽ കുട്ടികൾക്ക് തൊണ്ട നനയ്ക്കാൻ പോലും വെള്ളമില്ല. കടുത്ത ചൂടിലും കുട്ടികൾ കുളിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ്. കേന്ദ്രീയ വിദ്യാലയത്തിന്റെ സമീപത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കുടിവെള്ളമില്ലാത്തതിനാൽ പൂട്ടിയിട്ട് ഒരാഴ്ചയായി. കളക്ട്രേറ്റിന് സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന സർക്കാർ ജീവനക്കാരും നാട്ടുകാരും കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചുപൂട്ടുകയും റെസിഡൻഷ്യൽ സ്കൂളിലെ കുട്ടികൾ ആഴ്ചയിലൊരിക്കൽ കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിൻ്റെ ഒരു 10 മീറ്റർ ചുറ്റളവിൽ തന്നെ സെൻട്രൽ സ്കൂളിൻ്റെ കുഴൽക്കിണറിൽ നിന്നും വ്യാപകമായ രീതിയിൽ വെള്ളം മുറ്റിയെടുത്തുകൊണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി ഈ സ്കൂളുകളിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുവാൻ അധികാരികളുടെ ശ്രദ്ധ ഇതിലേക്ക് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്കൂൾ കെട്ടിട നിർമ്മാണം ഏറ്റെടുത്ത കേന്ദ്ര പൊതുമരാമത്ത് അധികൃതർ കേന്ദ്രീയ വിദ്യാലയത്തിന് സ്ഥലം കൈമാറിയിട്ടില്ലാത്തതിനാൽ ജലം ചോർത്തുന്നത് തടയാനാകില്ലെന്നാണ് സ്കൂൾ അധികൃതരുടെ നിലപാട്. കടുത്ത വരൾച്ച നേരിടുന്ന സാഹചര്യത്തിൽ കുഴൽക്കിണർ പോലുള്ള ജലസ്രോതസ്സുകളിലെ വെള്ളം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയുവാൻ ജില്ലാ ഭരണാധികാരികൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതും പക്ഷേ നടപ്പാക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.